സഞ്ജു സാംസണെ കുറിച്ച് സിബി ഗോപാലകൃഷ്ണൻ എഴുതിയ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ഞാനൊന്ന് വായിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളൊക്കെയും ഇത് കേൾക്കണം. കാരണം അദ്ദേഹവുമായി ഏറ്റവും അടുത്ത് ബന്ധമുള്ള ഒരു മലയാളിയാണ് ഈ സിബി ഗോപാലകൃഷ്ണൻ. സിബി ഗോപാലകൃഷ്ണനെ കുറിച്ച് കൂടുതൽ അറിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. കഴിഞ്ഞ 2020 വേൾഡ് കപ്പിൽ ഇന്ത്യൻ ടീമിൻ്റെ ലൈസൺ ഓഫീസറായി പ്രവർത്തിക്കാൻ അവസരം ലഭിച്ച മലയാളി, കരുനാഗപ്പള്ളിക്കാരൻ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഒരു ജ്യേഷ്ഠതുല്യനായിട്ടുള്ള സഹോദരൻ. സ്പോർട്സുമായി അടുത്ത് ബന്ധമുള്ള അദ്ദേഹം വെസ്റ്റ് ഇൻഡീസിലാണ് ഇപ്പോൾ കഴിഞ്ഞ കുറേ വർഷമായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല. എന്നാൽ കഴിഞ്ഞ ആ വേൾഡ് കപ്പിൽ അദ്ദേഹം ലൈസൺ ഓഫീസറായി പ്രവർത്തിച്ചപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ ഞാൻ അടുത്തു നിന്ന് കേൾക്കുമ്പോൾ ഇത്രയും ഭാഗ്യമുണ്ടായ ഒരു മലയാളി, കാരണം ഇന്ത്യൻ ടീമുമായി അത്രയേറെ ബന്ധമുണ്ടാകാൻ ആ ഒരു മത്സരം അദ്ദേഹത്തിന് കാരണമായി എന്നുള്ളതാണ്. ഒരു ലൈസൺ ഓഫീസറുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഒരു മത്സരം തുടങ്ങി അവസാനിക്കുന്ന നാളുകൾ അത്രയും ഈ മത്സരത്തിലെ കളിക്കുന്ന കളിക്കാർ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി ലൈസൺ ഓഫീസറാണ്. അങ്ങനെ പ്രവർത്തിക്കാൻ കഴിഞ്ഞൊരു മലയാളി. അപ്പം സഞ്ജു സാംസണുമായി വലിയ ബന്ധമുണ്ടാകുമെന്ന് പറയേണ്ടതില്ലല്ലോ. അപ്പോൾ അദ്ദേഹം എഴുതിയിരിക്കുന്നതാണ്, കഴിഞ്ഞ 2020 വേൾഡ് കപ്പിൻ്റെ അവസാന ദിനം ക്രിക്കറ്റ് ആരാധകർ മുഴുവൻ ഇന്ത്യ ജയിച്ച ആവേശത്തിൽ ആയിരുന്നുവെങ്കിലും അടുത്ത ദിവസം പ്രവചിച്ചിരുന്ന ചുഴലിക്കാറ്റിന് മുൻപായി എത്രയും പെട്ടെന്ന് നാട്ടിൽ എത്താനുള്ള ആവേശത്തിലായിരുന്നു ഇന്ത്യൻ ടീം അംഗങ്ങൾ. ഒരുമിച്ചുണ്ടായിരുന്ന നാളുകൾക്കുള്ളിൽ തന്നെ സഞ്ജുവിനോടൊപ്പം പുറത്തുപോയി ആഹാരം കഴിക്കുക എന്നൊരു ശീലം പതിവായിരുന്നു. ബാർബഡോസിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ തീരത്തെ ഹിൽട്ടൺ ഹോട്ടലിൽ 7ാം നിലയിൽ അഭിമുഖമായിട്ടുള്ള മുറികളിലായിരുന്നു ഞങ്ങൾ താമസം. ഒരു ദിവസം ഒരുമിച്ച് ഭക്ഷണം കഴിച്ച ശേഷം മുറിയിലേക്ക് പോയ സഞ്ജു കതകുപാളികൾ പകുതി തുറന്നിട്ട ശേഷം എന്നോട് പറഞ്ഞു, ചേട്ടാ, ഇന്നത്തെ കളി ഞാൻ കളിക്കേണ്ടതായിരുന്നു. ടീം മീറ്റിംഗ് നടക്കുമ്പോൾ സപ്പോർട്ടിംഗ് സ്റ്റാഫിന്റെ സാന്നിധ്യം ഉണ്ടാകാറില്ല. മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന കളിക്കാരുടെ മുഖഭാവത്തിൽ നിന്ന് തന്നെ ആരൊക്കെ അവസാന 11 പേരിൽ ഉണ്ടാകും എന്ന് ഊഹിക്കാൻ സാധിക്കുമായിരുന്നു. ഓരോ പ്രാവശ്യം ടീം മീറ്റിംഗ് കഴിഞ്ഞ് ടീം അംഗങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ഞാൻ ആദ്യം നോക്കുന്നത് സഞ്ജുവിൻ്റെ മുഖത്തേക്കായിരിക്കും. പൊതുവെ ഒരു വിഷാദഭാവമുള്ള സഞ്ജുവിൻ്റെ മുഖം കുറച്ച് കൂടുതൽ കനപ്പെട്ടിരിക്കും. തലകുനിച്ച് ബസ്സിൽ കയറി ആരോടും സംസാരിക്കാതിരിക്കുന്ന സഞ്ജുവിൻ്റെ മുഖത്തേക്ക് നോക്കാൻ തന്നെ എനിക്ക് വിഷമമാവും. പൊതുവെ ധാരാളം കഥകൾ പറയുന്ന പഴയ സംഭവങ്ങൾ, തമാശകൾ ഒക്കെ മാല പോലെ ചികഞ്ഞെടുത്ത് കോർത്തിണക്കി പറയുമായിരുന്ന സഞ്ജുവിൻ്റെ മുഖത്ത് നോക്കുന്നത് പോലും ആ സമയം പ്രയാസമുള്ള കാര്യമായിരുന്നു. ഇന്ന് സഞ്ജു കളിക്കുമോ എന്ന് മെസ്സേജ് മുഖേന നിരവധി ആൾക്കാരുടെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കരുതെന്ന് കർശന നിർദ്ദേശം ഉണ്ടായിരുന്നുവെങ്കിലും ആ ടീമിൽ സഞ്ജു കഴിഞ്ഞാൽ സഞ്ജു കളിക്കുമോ എന്നതിൽ ഏറ്റവും കൂടുതൽ ആകാംക്ഷ എനിക്കായിരുന്നു. പൊതുവെ കളിക്കാരോട്, അതും ടൂർണമെന്റ് സമയത്ത്, ചോദ്യങ്ങൾ ഉന്നയിക്കാതിരിക്കുക എന്നതാണ് പ്രൊഫഷണൽ മര്യാദ. ഒരു കളിക്കാരൻ്റെ ഏറ്റവും മികച്ച പെർഫോമൻസ് കിട്ടാനുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുക എന്നതാണ് ഒരു ലൈസൺ ഓഫീസറുടെ ചുമതല. അതുകൊണ്ട് നമ്മുടെ നിസ്സാരമായ ഒരു ചോദ്യം പോലും അവരിൽ അസ്വസ്ഥത ജനിപ്പിക്കുന്നതാകരുത് എന്നതിൽ ഞാൻ നിഷ്കർഷത പുലർത്തിയിരുന്നു. പൊതുവെ ഏത് സ്ഥലത്ത് ചെന്നാലും റെന്റ് കാർ എടുത്ത് സ്വയം ഓടിച്ചു പോകുന്ന സഞ്ജുവിന് ആ നാട്ടിലെ എല്ലാ നല്ല റെസ്റ്റോറൻറ്റുകൾ എല്ലാം തന്നെ നല്ല പരിചയമായിരിക്കും. അപ്രകാരം ഒരു ദിവസം, നാളെ ഒരു അടിപൊളി സ്ഥലത്ത് ബ്രേക്ക്ഫാസ്റ്റിനായി നമുക്ക് പോകാം എന്ന് പറഞ്ഞു പിരിയുന്നു. അടുത്ത ദിവസം സഞ്ജുവിനെ കണ്ടപ്പോൾ മടിയോടെ ഞാൻ ചോദിച്ചു, ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്ന്. ആ സമയം സഞ്ജുവിൽ നിന്നുണ്ടായ പ്രസ്താവന എന്നെ ആശ്ചര്യപ്പെടുത്തി. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒന്നും ചോദിക്കാത്തത് കൊണ്ടാണ് ഞാൻ ചേട്ടനെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നതെന്ന്. പൊട്ടിച്ചിരിയോടെയുള്ള മറുപടി. സിബി ഗോപാലകൃഷ്ണൻ സഞ്ജുവിനോട് ചോദിച്ചു, ഇന്നലെ എന്നോട് പറഞ്ഞ കാര്യം ചുമ്മാതെ പറഞ്ഞതാണോ എന്ന് മാത്രമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. സഞ്ജു മറുപടി പറഞ്ഞു, അത് വെറുതെയല്ല, കാര്യമായിട്ടായിരുന്നു. ഇനി ചോദ്യങ്ങളൊന്നും ഇല്ലല്ലോ, ഇനി ഒന്നും ചോദിക്കരുത് എന്നാണ് അതിൻ്റെ അർത്ഥമെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ആ സംഭാഷണം അവിടെ അവസാനിപ്പിച്ചു. അന്നു മുതൽ ഇപ്പോൾ വരെ ഞാൻ കാത്തിരുന്നൊരു നിമിഷമുണ്ട്. സഞ്ജുവിൻ്റെ ചുമലിലേറി ഇന്ത്യ ലോകകപ്പ് നേടുന്ന ഒരു ദിവസം. അത് സഞ്ജു ഒരു മികച്ച ക്രിക്കറ്റർ ആയതുകൊണ്ട് മാത്രമല്ല, ഞാൻ കണ്ടു പരിചയപ്പെട്ട സെലിബ്രിറ്റികളിൽ ഏറ്റവും മികച്ച ഒരു മനുഷ്യനെന്ന് നിസ്സംശയം പറയാവുന്ന ഒരാളെന്ന നിലയിലാണ് ഞാൻ ആ ആഗ്രഹത്തെ താലോലിക്കുന്നത്. ഇന്ത്യൻ ടീമിലെ ഏറെക്കുറെ മിക്ക പേരുടെ റൂമിലും ഞാൻ കടന്നു ചെന്നിട്ടുണ്ട്. എന്നാൽ സഞ്ജുവിൻ്റെ റൂമിൽ മാത്രം കണ്ടൊരു പ്രത്യേകതയുണ്ട്, പുസ്തകങ്ങൾ വായിക്കുന്നതിനായി ടൂർണമെന്റ് വേളയിൽ പോലും സമയം കണ്ടെത്തുന്ന ഒരു കളിക്കാരനാണ് സഞ്ജുവെന്ന് നിസ്സംശയം പറയാം. ചരിത്രം, ഭൂമിശാസ്ത്രം, മതം, ദൈവം, ശാസ്ത്രചിന്തകൾ തുടങ്ങിയ വിഷയങ്ങളിൽ അതീവ കൗതുകം സഞ്ജു പുലർത്തുന്നു. തൻ്റെ പരിസരത്തെ അസാധാരണമായി നിരീക്ഷിക്കുന്ന സഞ്ജുവിനെ വ്യത്യസ്തനാക്കുന്ന ഘടകം അതിൽ മാത്രം ഒതുങ്ങുന്നില്ല. മനുഷ്യരെ മനുഷ്യരായി കണ്ട് വലിപ്പച്ചെറുപ്പമില്ലാതെ തൻ്റെ ഒപ്പമുള്ള മറ്റുള്ളവരെ കാണാനുള്ള സമഭാവന പുലർത്തുന്ന ഒരു അസാധാരണ മനുഷ്യൻ കൂടിയാണ് സഞ്ജു. അദ്ദേഹം സൗഹൃദങ്ങൾക്ക് വലിയ മൂല്യങ്ങൾ നൽകുന്നു. തൻ്റെ 13ാം വയസ്സിലെ ബാല്യകാല സുഹൃത്താണ്
ഇന്ന് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തെന്ന് സഞ്ജു പറയുന്നു. എല്ലാ ദിനങ്ങളിലും പ്രാർത്ഥിച്ചു മാത്രം ഭക്ഷണം കഴിക്കുന്ന തൻ്റെ മാതാപിതാക്കളുടെ ത്യാഗമാണ് ഇന്നത്തെ എന്നിലെ എല്ലാ സൗഭാഗ്യങ്ങളും എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന, ഏറ്റവും സ്വകാര്യമായ നിമിഷങ്ങളിൽ ഞങ്ങൾ വിഴിഞ്ഞത്തു നിന്നുള്ള ഒരു സാധാരണ കുടുംബമാണെന്ന് പറയുന്ന സഞ്ജുവുമുണ്ട്. ഇന്ത്യൻ ടീമിലെ മറ്റു കളിക്കാർ അവരുടെ സുഹൃത്തുക്കളോടൊപ്പം പുറത്തു പോകുമ്പോൾ ബാർബഡോസിലെ ബീച്ചിൽ അവിടുത്തെ പയ്യന്മാരോടൊപ്പം ബീച്ച് വോളിബോൾ കളിക്കുന്ന സഞ്ജുവിനെ ഞാൻ കണ്ടിട്ടുണ്ട്. തന്നെ സഹായിച്ച ഒരാളെപ്പോലും മറക്കാത്ത, എന്നാൽ ദ്രോഹിച്ചവരോട് വിട്ടുവീഴ്ച ചെയ്യാൻ മടിയില്ലാത്ത സഞ്ജു. ചെറുപ്പത്തിൽ പ്രാക്ടീസിന് പോകുമ്പോൾ ഓട്ടോയിൽ ലിഫ്റ്റ് കൊടുത്തവരെ അമ്മയെ കാണാൻ വേണ്ടി ഒറ്റ ദിവസത്തേക്ക് ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് വരുമ്പോഴും മറക്കാത്ത സഞ്ജു. തൻ്റെ കൂടെയുള്ളവർക്ക് തനിക്ക് കിട്ടുന്ന എല്ലാ സൗകര്യങ്ങളും കിട്ടുന്നു എന്ന് ഉറപ്പുവരുത്തുന്ന സഞ്ജു. ഗ്രൗണ്ടിൽ മാത്രം കളിക്കുന്ന, കളങ്ങൾക്കപ്പുറത്ത് ഞാനൊരു സാധാരണക്കാരനാണെന്ന് പറയുന്ന, തനിക്ക് ചുറ്റുമുള്ള മനുഷ്യരോടെല്ലാം ഒരേപോലെ പെരുമാറണമെന്ന് ആഗ്രഹിക്കുന്ന സഞ്ജു. നിരന്തരമായ അവഗണനകളെയും അവസര നിഷേധങ്ങളെയും അതിജീവിച്ച മനുഷ്യസ്നേഹിയായ ഒരു സഞ്ജു ഉണ്ട്. ഈ ലോകകപ്പ് ഇന്ത്യക്ക് ലഭിച്ചാൽ തൻ്റെ ഭർത്താവിനേക്കാൾ എളിമയോടെ മറ്റുള്ളവരോട് പെരുമാറണം എന്നാഗ്രഹിക്കുന്ന സഞ്ജുവിൻ്റെ ജീവിത പങ്കാളിയെക്കാളും തൻ്റെ മകൻ്റെ കഴിവിലുള്ള വിശ്വാസം കൊണ്ട് ജീവിതത്തിൻ്റെ ഒരു കാലഘട്ടം മുഴുവൻ മകൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി മാറ്റിവെച്ച മാതാപിതാക്കളും സഞ്ജുവിൻ്റെ അടുത്ത സുഹൃത്തുക്കളും കഴിഞ്ഞാൽ ഈ ലോകത്തെ ഏറ്റവും സന്തോഷവാനായ വ്യക്തി ഞാനായിരിക്കട്ടെ. ഇതുപോലെ ഒരു ലോകകപ്പ് മത്സരത്തിൽ നേരിട്ട അവഗണനയുടെ ദുഃഖം മുഴുവൻ കണ്ട ഒരാളിന് എൻ്റെ ഹൃദയ ഭാഷണം. സിബി ഗോപാലകൃഷ്ണൻ എന്ന കഴിഞ്ഞ വേൾഡ് കപ്പിലെ ലൈസൺ ഓഫീസറായി പ്രവർത്തിച്ച മലയാളി എഴുതിയ ഈ വാക്കുകൾ എത്രത്തോളം ഹൃദയഹാരിയാണല്ലേ.